നമസ്കാരം സർ. ഇന്ത്യ ലൈവിലേക്ക് സ്വാഗതം. സർ, കേരള കോൺഗ്രസിൻ്റെ ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സാറ് കോട്ടയംകാരനും കൂടെ ആയതുകൊണ്ടാണ് ആ ചോദ്യത്തിലേക്ക് വരുന്നത്. കേരള കോൺഗ്രസ് ജോസ് കെ മാണി പറഞ്ഞു ഇനി UDF ഇല്ല, LDF തന്നെയാണ് ഉറപ്പിച്ച് പറഞ്ഞു. അവിടുത്തെ ഭിന്നതകളെല്ലാം മാറ്റിക്കഴിഞ്ഞു. ഇനി കേരള കോൺഗ്രസ് ജോസ് കെ മാണിയുടെ ഭാവി എന്താവും? ജോസ് കെ മാണി വേറൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെയായിരിക്കും ഭരണമെന്ന്. അതിനെക്കുറിച്ച് പ്രിയൻ എന്തെങ്കിലും പറയാം? അല്ല, എനിക്കിനി ഒരു തോന്നലില്ല, അങ്ങനെ ഒരു തോന്നൽ എനിക്കില്ല. ജോസ് കെ മാണിക്ക് മാത്രമേ ഉണ്ടാവും. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾ അധികാരത്തിൽ വരില്ല, അല്ലെ ഞങ്ങൾ ജയിക്കില്ല എന്ന് പറയൂ? ഇല്ല, പറയില്ല. ഞാനതിന് എക്സാമ്പിൾ പറയുന്നത്, പാലക്കാട് സരിൻ വോട്ടെണ്ണുന്നതിൻ്റെ തലേദിവസം, വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ വോട്ടെണ്ണുന്നതിൻ്റെ തലേദിവസം പറയുകയാണ് 10,000-ലെങ്കിലും വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഞാൻ ജയിക്കും, കംപ്ലീറ്റ് എല്ലാ ബൂത്തിലെയും കണക്കെടുത്തിട്ടാണെന്ന് പറഞ്ഞ് ചാനലിൻ്റെ മുമ്പിൽ വന്നിരുന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ ഇത് രാഷ്ട്രീയക്കാരുടെ പൊതുതത്വമാണ്. ഇനി ജോസ് കെ മാണിയിലേക്ക് വരാം. കേരള കോൺഗ്രസ് ആകെ എത്രയുണ്ട്? എത്ര കേരള കോൺഗ്രസ് ഉണ്ട് കേരളത്തിൽ? നമുക്ക് എണ്ണി തീർക്കാൻ പറ്റില്ല. ഇപ്പോൾ ആന്റണി രാജുവിൻ്റെ ജനാധിപത്യ കേരള കോൺഗ്രസ് ഉണ്ട്. സ്കറിയ തോമസിൻ്റെ ഒരു കഷ്ണമുണ്ട്. സ്കറിയ തോമസ് മരിച്ചു പോയെങ്കിലും ഇപ്പോഴത് LDFൻ്റെ ഭാഗമാണ്. PJ ജോസഫിൻ്റെ പ്രധാനമായിട്ടുള്ളത് PJ ജോസഫും ജോസ് കെ മാണിയാണ്. പിന്നെയും ചെറിയ കഷ്ണങ്ങൾ വേറെയുണ്ട്. കേരള കോൺഗ്രസ് ബി ഉണ്ട്. നോബിൾ മാത്യുവിൻ്റെ ഒരു കേരള കോൺഗ്രസിനാണ്. നോബിൾ മാത്യു പിന്നെ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് BJPയിലേക്ക് പോയെന്ന് തോന്നുന്നു. അങ്ങനെ കേരള കോൺഗ്രസിൻ്റെ കഷണങ്ങൾ ഒരുപാട് കേരളത്തിലുണ്ട്. അപ്പോൾ മൊത്തം കേരള കോൺഗ്രസിൻ്റെ ഭാവി എന്ന് പറയുന്നതാണ്. ഞാൻ ഈ മാണി ഗ്രൂപ്പ് എന്നുള്ളതല്ല, ജോസഫ് ഗ്രൂപ്പ് എന്നുള്ളതല്ല. എന്തിനാണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി? നമ്മൾ ഈ ചെറിയ കഷ്ണം രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ച് നോക്കുമ്പോൾ അത് കേരള കോൺഗ്രസ് മാത്രമല്ല, കേരളത്തിൽ പ്രധാന കക്ഷികൾ എന്ന് പറയുന്ന കോൺഗ്രസ്, BJP, CPM അല്ലെങ്കിൽ CPI വരെ ആവട്ടെ, പിന്നീടുള്ള ചെറിയ കഷ്ണങ്ങൾ മുഴുവൻ ഈ അധികാരം കിട്ടാതെ വന്നിട്ട് മാറി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ശരിയല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അധികാരത്തിന് വേണ്ടിയാണ്, അധികാര വടംവലിയാണ്. ഇപ്പോൾ കേരള കോൺഗ്രസ് തന്നെ കഷ്ണങ്ങളായി മാറുന്ന മുഴുവൻ അതാണ്. നമ്മൾ വിട്ടുപോയൊരു കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ്, അനൂപ് ജേക്കബ് നയിക്കാൻ. അപ്പോൾ ഇത് മുഴുവൻ എങ്ങനെയാണ് കേരള കോൺഗ്രസ് ഇത്രയും കഷ്ണങ്ങളായതുപോലെ തന്നെ പല പാർട്ടികളും ഇന്നത്തെ പത്രം എടുത്ത് നോക്കുമ്പോൾ കാണുന്നത് ജനതാദൾ ലയിച്ചിരിക്കുന്നു, ഒന്നായി. കാരണം കഷ്ണങ്ങളായി നിന്നിട്ട് കാര്യമില്ലെന്ന്, ഇനി ഒന്നായിട്ട് കാര്യമുള്ളൂ. ഞാൻ പറയുന്നത് അടിയന്തരമായി ഇവിടുത്തെ ഈ ചെറിയ ചെറിയ പാർട്ടികൾ ആലോചിക്കേണ്ട കാര്യം, ഒരിക്കലും ഇങ്ങനെ നിൽക്കരുത്, ഇങ്ങനെ പോകരുത്. ജനങ്ങളെ ഇനി ഒരു കഷണം മാറി ഉണ്ടാക്കുമ്പോൾ ഉടനെ കുറേ പേര് അതിലേക്ക് പോകും. എന്തുകൊണ്ടാണെന്നറിയോ? ഒരു മണ്ഡലം കമ്മിറ്റി ചെയർമാൻ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് പല അധികാരങ്ങൾ കിട്ടും. അതിൻ്റെ കാരണം പറയട്ടെ സാർ. അതായത് ബാലകൃഷ്ണപിള്ള പറഞ്ഞൊരു കാര്യമുണ്ട്, വലിയ പാർട്ടിയുടെ ചെറിയ നേതാവുന്നതിനേക്കാൾ നല്ലത് ചെറിയ പാർട്ടിയുടെ വലിയ നേതാവുന്ന. ബാലകൃഷ്ണപിള്ള പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, അത് തമാശ നടന്ന കാര്യമാണ്. ഇങ്ങനെ പാർട്ടി സംഭാവന പിരിക്കുള്ളൂ. അത് പോക്കറ്റിലേക്ക് പോകുന്നു എന്ന് പലരും പറഞ്ഞു എടീ പോക്കറ്റിലേക്കൊന്നുമല്ല പോകുന്നത്. നമ്മളൊരു ചെറിയ പാർട്ടി ഉണ്ടാക്കി, ഇതിന് 14 ജില്ലകളിലും ജില്ലാ കമ്മിറ്റികൾ ഉണ്ടാക്കണം, അതിന് ആൾക്കാരെ വെക്കണം, ഇവർക്കൊക്കെ ചിലവിന് കൊടുക്കാൻ ഞാൻ എവിടെ പോകും? അതിന് കച്ചവടക്കാരുടെ പോക്കറ്റിൽ നിന്ന് മേടിക്കുക എന്നുള്ളത് മാർഗമുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഈ പാർട്ടികൾ മുഴുവൻ ഇപ്പോൾ ഈ ഇലക്ഷൻ സമയമാകും, ഈ ചെറിയ കഷ്ണങ്ങൾ മുതൽ വലിയ പാർട്ടികൾ വരെ ഈ ബിസിനസ്സുകാരുടെയും മറ്റ് വ്യവസായികളുടെയും ഒക്കെ ഓഫീസ് കയറി ഇറങ്ങുന്നില്ലേ, പിരിവെന്ന് പറയുന്നത്. അപ്പം ഇനി വീണ്ടും കേരള കോൺഗ്രസിലേക്ക് വരാം. കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഭാവിയില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം, KM മാണി എന്ന് പറയുന്ന ഒരു ജൈജാൻറ്റിക് ഫിഗർ, പൊളിറ്റിക്സിലെ ഒരു അധികായകൻ, അദ്ദേഹം മരിച്ചു പോയതോടെ പാർട്ടി ശോഷിച്ചു തുടങ്ങി. കാരണം പിന്നീട് വരുന്ന ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? KM മാണിയുടെ മകനാണ്. പൊളിറ്റിക്സും അറിയില്ല, സംസാരിക്കാനും അറിയില്ല, തന്ത്രങ്ങളും അറിയില്ല. ഈ KM മാണിയും PJ ജോസഫും കൂടെ ആദ്യം പിരിഞ്ഞതിന് ശേഷം പിന്നീട് ഒന്നിച്ചായി, ലയിച്ചല്ലോ. അതിൽ PC ജോർജ് വന്നു, PC ജോർജ് പിന്നെ മാറി. ഇവരൊന്നിച്ച് നിൽക്കുമ്പോഴാണല്ലോ KM മാണിയുടെ മരണം. അതിനുശേഷം എന്തുകൊണ്ടാണ് പിരിഞ്ഞത്? ജോസഫിനെ അംഗീകരിക്കാൻ ഇയാൾക്ക് ബുദ്ധിമുട്ട്. KM മാണിയുടെ മകന് ജോസ് കെ മാണി അയാളൊരു വന്യവയോധികനാണ്, പ്രായമുള്ള ആളാണ്. എൻ്റെ അപ്പൻ മരിച്ചു, ഇനി ചെയർമാനായിട്ട് അദ്ദേഹം ഇരിക്കട്ടെ എന്ന് പറയാനുള്ള ഒരു വകതിരിവില്ലാതെ പോയ ആളാണ് ജോസ് കെ മാണി. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കേരള കോൺഗ്രസ് ഒന്നിച്ച് നിൽക്കും. അപ്പോൾ ഒന്നിച്ച് നിൽക്കുമ്പോഴേ ശക്തി ഉണ്ടാവുകയുള്ളൂ. ശരിയല്ലേ? ഇനി എനിക്ക് ചെയർമാനാകണമെന്ന് പറഞ്ഞു പോയി. ആ ചെയർമാനായിട്ട്
ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇയാൾ UDF-ലേക്ക് പോകാൻ വേണ്ടി ഒരുപാട് ചർച്ചകൾ നടത്തിയ വിവരം എനിക്കറിയാം. ദുബായിൽ പോയി ചർച്ച നടത്തി, കുടുംബസമേതം നിഷയും മകനും ഒക്കെയായി ദുബായിൽ പോയതാണ്. അവിടെ പോയി മുസ്ലിം ലീഗിലെ ഒരു ഉന്നത നേതാവുമായിട്ട് ചർച്ച നടത്തിയതാണ്. വേറെ എത്ര പേരുമായിട്ട് ചർച്ച നടത്തി. അതിന് കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ മാണി സി കാപ്പൻ പോയി. എന്തിനാണെന്നറിയോ? പാലാ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറയും. അതെ, അപ്പോൾ മനസ്സിലായല്ലോ ആരുമായിട്ടാണ് ചർച്ച നടത്തിയത്, അതെ. ആരാണ് കൂടുതൽ ക്ഷണിക്കാൻ തയ്യാറായത്. എന്തിനാണ് VD സതീശൻ ഇവിടെ അരമനയിൽ പോയത്? അവരുടെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അവിടെ സിനഡ് നടക്കുമ്പോൾ അരമണിക്കൂർ പോയി സംസാരിച്ചെന്തായിരുന്നു? ഇതൊക്കെ മനുഷ്യർ പൊട്ടന്മാരാണ്. എന്നിട്ടിപ്പോൾ ഇവരൊക്കെ പറയുന്നുണ്ട് ഞങ്ങളാരും ക്ഷണിച്ചില്ല, ഞങ്ങൾ കേരള കോൺഗ്രസ് വരുമെന്ന് പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നു. സംഭവിച്ചത് റോഷി അഗസ്റ്റിൻ കട്ടായം പിടിച്ചു. റോഷി അഗസ്റ്റിനോട് മുഖ്യമന്ത്രി പറഞ്ഞു പോകരുത്, ജോസ് കെ മാണിയോട് ചില ഭീഷണികൾ പുറപ്പെടുവിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ ഒരു കൈക്കൂലിയും കൊടുത്തല്ലോ, 25 സ്ഥലം. അതെ, അതെ. KM മാണി സ്മാരകം എന്ന് പറയുന്നത് എത്ര കാലമായിട്ട് ആ ഫയൽ കറങ്ങി കിടക്കുമായിരുന്നു. പെട്ടെന്ന് അത് പാസ്സാക്കിയെടുത്തില്ലേ? അപ്പോൾ കൂടെ നിൽക്കാൻ വേണ്ടി എന്ത് തന്ത്രവും തരികിടയും കാണിക്കുന്ന പാർട്ടിയാണ് CPM എന്നും നമ്മുടെ മുഖ്യമന്ത്രി എന്നും മനസ്സിലാകില്ലേ? അല്ലേ? അതെ. അപ്പോൾ ഇനി കഴിഞ്ഞ പ്രാവശ്യം 5 MLA-മാരുണ്ടായിരുന്നു കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്. ഇത്തവണത്തെ സ്ഥിതി എന്താവും എന്ന് ഞാനൊരു ജ്യോത്സ്യനോ കബഡി വെച്ച് നടത്തി നോക്കുന്ന ആളുമല്ല. കേരളത്തിൻ്റെ പൊളിറ്റിക്സ് എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് പറയുകയാണ്. ഇത്തവണ 2 പേരെ കിട്ടിയാൽ ഭാഗ്യം. ജോസ് കെ മാണി പാലയിൽ മത്സരിക്കുമെന്ന് പറയുന്നു. മത്സരിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം 8 നിലയിലാണ് പൊട്ടിയത്, ഇത്തവണ 18 നിലയിൽ പൊട്ടിപ്പോകുമെന്ന് പറയാം. കാരണം പാലയിലെ ജനങ്ങൾ വെറുത്തിരിക്കുന്നു അയാളെ. ഇപ്പോൾ പത്രസമ്മേളനം നടത്തുകയാണ്. ഞങ്ങൾ ആരോടെങ്കിലും പറഞ്ഞു ഞങ്ങളെ UDF-ന്ന് ചവിട്ടി പുറത്താക്കിയപ്പോൾ ഞങ്ങളെ ചേർത്ത് പിടിച്ചത് LDF ആണ്. അടുത്ത ഡയലോഗാണ്. ഞങ്ങളെ ചേർത്ത് പിടിച്ചത് പിണറായി വിജയൻ സഹാവാണ്. സഹാവെന്ന് പറയുന്ന ഒരു വാക്ക് അയാളുടെ വായിൽ കൊള്ളില്ല, ഒതുങ്ങില്ല. കാരണം എന്നറിയില്ല, ശീലിച്ചിട്ടില്ല. ശീലമില്ലാത്തൊരു വാക്ക് പറയാൻ ബിംബിഷ്ടപ്പെടുക. പിണറായി വിജയൻ സഹാവ് എൻ്റെ വളരെ വേണ്ടപ്പെട്ടവനാണ്, ഞാൻ അദ്ദേഹത്തോടൊപ്പമാണല്ലോ, ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പമാണെന്ന് പറയാനുള്ള, ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുമല്ലോ ആ വാക്ക് വഴങ്ങുന്നില്ല. അപ്പം ഇനി ഇനി UDF-ലേക്ക് വരുന്നതിന് കോട്ടയം ഭാഗത്തുള്ള, ഞാൻ കോട്ടയംകാരനായതുകൊണ്ട് പറയാം, കോട്ടയത്തുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് പിന്നെ PJ ജോസഫിൻ്റെ കൂടെയുള്ളവർക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഞാൻ തമാശയ്ക്ക് പറയാറുണ്ട്, ഇവരൊക്കെ ഏതോ വലിയ കൊടിയ നേർച്ച നേർന്നിട്ടുണ്ട് ഇവരിങ്ങോട്ട് വരരുതെന്ന്. അതുകൊണ്ടാണ് വരാതിരുന്നത്. വന്നാൽ ഒരു 8 സീറ്റെങ്കിലും കൊടുക്കണ്ടേ? അവിടെ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്ന കോൺഗ്രസ്സുകാരുണ്ട്. ആ കോൺഗ്രസ്സുകാർക്ക് സീറ്റ് കിട്ടാതെ വരും. ഇനി സംഭവിക്കുന്നത് എന്താ? മാണി ഗ്രൂപ്പ് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ, ജോസ് കെ മാണി ഗ്രൂപ്പ് വന്നിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കോട്ടയം പത്തനംതിട്ടയിലൊക്കെ കോൺഗ്രസ്സുകാർ പാര വെക്കുമായിരുന്നു. അതുകൊണ്ട് സംഭവിക്കുന്നത് UDF-ന് തന്നെയാണ് കുഴപ്പം. കൃത്യമായും ഒരുപാട് സാധാരണ പ്രവർത്തകർ ചോദിക്കുന്നു UDF-ന് എന്തിൻ്റെ ഭ്രാന്താണ്? UDF കൺവീനർ അടൂർ പ്രകാശാണ്. എന്നോട് ചോദിച്ചിട്ടുണ്ട്, അദ്ദേഹത്തോടൊന്ന് പറയാൻ പറ്റുമോ, ഒരു കാരണവശാലും ജോസ് കെ മാണിയെ ഇവിടേക്ക് കൊണ്ടുവരരുത്. അല്ലാതെ തന്നെ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയുടെ വോട്ട് നില നേരത്തെ 3.6 അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു, 1.4 ആയി മാറി. സ്വന്തം വാർഡ് പോയി, ആ മുനിസിപ്പാലിറ്റി പോയി. അപ്പോൾ ജനങ്ങൾ നിഷേധിച്ചിരിക്കുന്നു, ജനങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു. അതാണ് രാഷ്ട്രീയ പാപ്പരത്വമാണത്. കാരണം വെച്ചാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ടു നടക്കാനോ രാഷ്ട്രീയ സേവനം എന്താണെന്നോ അറിയാൻ വയ്യാത്ത, ആ തന്ത്രങ്ങൾ അറിയാത്ത, തന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ജനങ്ങളെ പറ്റിക്കുന്ന തന്ത്രമല്ല, അതിനൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു കാര്യം മനസ്സിലാവാത്ത ഒരു രാഷ്ട്രീയക്കാരൻ്റെ പാർട്ടിയാണ് കേരള കോൺഗ്രസ് M. മനസ്സിലായോ? ഇപ്പം 85 വയസ്സായെങ്കിലും PJ ജോസഫിന് അതിൻ്റെ ഒരു ചെറിയ തന്ത്രമുണ്ട്. ഏറ്റവും അധികം ഇവർ വരരുത് എന്ന് പറഞ്ഞിരുന്നത് മോൻസാണ് ഏറ്റവും അധികം എതിർത്തത്. കാരണം മോൻസിനൊരു ഭയമുണ്ടായിരുന്നു, ജോസ് കെ മാണി എങ്ങാനും ഇനി കടുത്തുരുത്തി വന്ന് മത്സരിക്കും, അങ്ങനെ ഒരു ഭയമുണ്ട്. പിന്നെ ജോസഫിൻ്റെ ഗ്രൂപ്പുകാർക്ക് കൊടുത്താണ് ഏറ്റുമാനൂർ മണ്ഡലം. അപ്പം അങ്ങനെ കുറേ സീറ്റുകൾ അവർക്ക് നഷ്ടപ്പെടുമെന്നുള്ള ഭയം. കാരണം പ്രാവശ്യം ജോസഫിനും, ഞാൻ പറയില്ലേ, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഇപ്പോൾ UDF-ലാണ് നിൽക്കുന്നതെങ്കിലും 2 സീറ്റാണല്ലോ കിട്ടിയത്. 2 MLA-മാരല്ലേ ഉള്ളൂ. 5 പേരാണ് തോറ്റുപോയത്.
അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഇവർക്കിപ്പോഴും നേരം വെളുത്തിട്ടില്ല. ഇവർക്ക് ഈ നേതാക്കന്മാരെന്ന് പറയുന്ന മുന്നണി നയിക്കുന്നവർക്ക് നേരം വെളുത്തിട്ടില്ല. പക്ഷേ സാധാരണക്കാർ പുറന്തള്ളുകയാണ്. ഇതുപോലുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങൾ വേണ്ട, എന്തിനാണെന്നേ. അപ്പം ഇപ്പോൾ ജോസ് കെ മാണി UDF-ലേക്ക് വന്നിരുന്നെങ്കിൽ ആ മാണി ഗ്രൂപ്പ് രണ്ടായേനെ, കേരള കോൺഗ്രസ് M രണ്ടായി മാറിയേനെ. റോഷി അഗസ്റ്റിനും ജയരാജും പ്രമോദ് നാരായണനും അവിടെ ഒരു ഗ്രൂപ്പായി മാറിയേനെ. അങ്ങനെയാണല്ലോ ജനാധിപത്യ കേരള കോൺഗ്രസ് ഉണ്ടായത്. ആന്റണി രാജുവും ഫ്രാൻസിസ് ജോർജ് പിന്നെ തിരിച്ചു പോന്നു. ആന്റണി രാജു അവിടെ തന്നെ നിന്നു. അതുകൊണ്ടൊരു മന്ത്രിസ്ഥാനം കിട്ടി, 2 സീറ്റ് കിട്ടും. ഇനിയിപ്പോൾ ആന്റണി രാജുവിന് മത്സരിക്കാനും പറ്റില്ല. അപ്പോൾ ജനാധിപത്യ കേരള കോൺഗ്രസ് മൃതപ്രായമായി. ശരിയല്ലേ? അതെ, ശരിയാണ്. അതുപോലെ തന്നെ ഈ കേരള കോൺഗ്രസ്സുകളെല്ലാം ഇല്ലാതാവണം. ഈ ഇലക്ഷനോടെ നോക്കിക്കോളൂ. ഇപ്പം ഞാൻ പ്രെഡിക്റ്റ് ചെയ്യണം, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന് പറയുന്നത് 2 MLA-യിൽ ഒതുങ്ങും. ഏതെങ്കിലും പ്രാധാന്യമില്ലാത്ത ഒരു മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു. ഒരു MLA ഉണ്ടെങ്കിലും മന്ത്രിസ്ഥാനം കിട്ടുന്നുണ്ട്. ഇപ്പോൾ റോഷി അഗസ്റ്റിന് എന്താണ് കൊടുത്തത്? ജലസേചന വകുപ്പ്, ജലവിഭവ വകുപ്പ്. എന്ത് പ്രാധാന്യം? അപ്പോൾ ജോസ് കെ മാണി വന്നെങ്കിൽ കുറച്ചുകൂടെ പ്രാധാന്യമുള്ള മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വരും. അതിന് പഴയ ഒരു കഥ കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ജോസ് കെ മാണിയെ തോൽപ്പിച്ചത് പിണറായി വിജയൻ സഖാവ് തന്നെയാണെന്നാണ് പറയുന്നത്. കാരണം സഹാക്കളോട് പറഞ്ഞു തിരിച്ചു കുത്തിയേര്, കാരണം അയാൾ ജയിച്ചു വന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൊടുക്കേണ്ടി വരും. അതിനുവേണ്ടി ചെയ്തെന്നാണ് പറയുന്നത്. കരക്കമ്പിയാണ് കേട്ടോ, പറഞ്ഞു കേൾക്കുന്നതാണ്, സത്യാവസ്ഥ അറിയില്ല. എന്തായാലും കേരള കോൺഗ്രസ് പോലെയോ ഇതുപോലെ അധികാരത്തിന് വേണ്ടി അല്ല പാർട്ടി ചെയർമാൻ സ്ഥാനത്തിനും മറ്റ് ചെറിയ ചെറിയ സ്ഥാനങ്ങൾക്കും വേണ്ടി ചെറിയ പാർട്ടികൾ ഉണ്ടാക്കുന്നവരെ ജനം തിരിച്ചറിയുക. അവർക്ക് ബാലറ്റിലൂടെ, ഇപ്പോൾ ബാലറ്റ് എന്ന് പറയാൻ പറ്റില്ലല്ലോ, വോട്ടിംഗ് യന്ത്രത്തിൽ EVM-ലൂടെ മറുപടി കൊടുക്കുക. അതാണ് ഏറ്റവും യുക്തമായ കാര്യം. കേരളീയർ ചെയ്യേണ്ടതും അതുതന്നെയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്താൽ ചാനലിനുള്ളിലേക്ക് എത്തും. അവിടെ സബ്സ്ക്രൈബ് ബട്ടണുണ്ട്, അത് അമർത്തുക. അതോടൊപ്പം തന്നെ ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഒപ്പം തന്നെ ഇന്ത്യ ലൈവിൻ്റെ പുതിയ ആധ്യാത്മിക ചാനലായിട്ടുള്ള പുണ്യം എന്ന ചാനലും, പുണ്യം ബൈ ഇന്ത്യ ലൈവ്, അതുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കൊളാബ് ചെയ്യുന്ന വീഡിയോകൾ ഇന്ത്യ ലൈവിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. പുണ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആധ്യാത്മിക വിഷയങ്ങളിൽ നിങ്ങൾക്ക് തോന്നുന്ന സംശയങ്ങളെല്ലാം തന്നെ അതിൽ നിന്ന് മറുപടിയായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.